നമ്മൾ പറയുന്ന കാര്യങ്ങൾ സമയമില്ല എന്നാ. ഈ സമയമില്ല എന്ന് പറയുന്ന ആളുകൾ ഏതെങ്കിലും കല്യാണം ഒഴിവാക്കാറുണ്ടോ? ഏതെങ്കിലും സൽക്കാരം ഒഴിവാക്കാറുണ്ടോ? കുടുംബത്തിലുള്ള എന്തെങ്കിലും പരിപാടികൾ ഒഴിവാക്കാറുണ്ടോ? ഒന്നും ഒഴിവാക്കൂല. സമയമില്ല എന്നുള്ള കാരണം പറഞ്ഞ് ഒഴിവാക്കുന്ന ഒരേ ഒരു കാര്യം ഖുർആൻ്റെ പഠനമായിരിക്കും. യഥാർത്ഥത്തിലുള്ള ഒരു വെളിച്ചം, അന്നൂർ, അത് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറക്കി കൊടുത്തത് 23 കൊല്ലം കൊണ്ടാണ്. നമ്മൾ ഏറെക്കുറെ 18 കൊല്ലമായില്ലേ? 23 കൊല്ലം കൊണ്ട് ഇറക്കാൻ മാത്രം ഉണ്ടായിരുന്നു. അത് 6236 ആയത്തുകളേ ഉള്ളൂ. എന്തിനാ 23 കൊല്ലമൊക്കെ? ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ 2 കൊല്ലം കൊണ്ട് തീർത്തൂടായിരുന്നോ? ഒന്നുകിൽ അള്ളാഹു വിചാരിച്ചിട്ടുണ്ടാവും ഇതിങ്ങനെ ഇറക്കി പെട്ടെന്ന് ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് ആളുകളുടെ മനസ്സിലൊന്നും നിൽക്കൂല. അപ്പോൾ ഓരോ ആയത്തും വലിയ ആയത്തുകളൊക്കെ കാണാപ്പാടം പഠിച്ചങ്ങനെ പോകുമ്പോൾ സമയം എടുക്കുമല്ലോ, കുറച്ച് സമയം. അങ്ങനെ കൊടുത്തതാണോ? എന്നേക്കാൾ കൂടുതൽ ഈ വിഷയത്തിൽ അറിവുള്ള ആളുകളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. നിങ്ങളിൽ പലർക്കുള്ള അത്ര അറിവൊന്നും എനിക്കില്ല. എന്തിനാണ് 23 കൊല്ലം എടുത്തത്? അതിൻ്റെ ഉത്തരം നിങ്ങൾ പറഞ്ഞാൽ എന്തിനാണ് ഇവിടെ 18 വർഷമായിട്ട് ഇത് തുടരുന്നത് ഞാൻ പറയാം. പതിനെട്ട് വർഷമായിട്ടില്ല. ശരി. അപ്പോൾ ഒരു വർഷത്തിൽ 3 ഘട്ടം. എന്നാലും വർഷങ്ങൾ കുറേ ആയില്ലേ? അങ്ങനെ നമ്മളതിൽ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ 6 വർഷം. ചുരുങ്ങിയ കാലമല്ല. സാധാരണഗതിയിൽ എനിക്ക് പരിചയമുള്ള പല ഹിഫ്ളിൻ്റെ സ്കൂളുകളിലും ഒരു 3 വർഷം കൊണ്ടൊക്കെ കുട്ടികൾ പരിശുദ്ധ ഖുർആൻ 30 ജുസും പൂർത്തിയാക്കാറുണ്ട്. എൻ്റെ ചോദ്യം, 1400-ലധികം വർഷങ്ങൾക്ക് മുമ്പ് എന്തുകൊണ്ട് ഈ ഒരു നൂർ, അന്നൂർ 23 കൊല്ലം എടുത്തു? നമ്മളെന്തിന് ഇത്രയധികം കൊല്ലങ്ങൾ എടുക്കുന്നു? ഖുർആൻ പഠിക്കാനാണ് നമുക്ക് പറയാം. ഏതാണ് ആ പഠനം? ഏത് തരം പഠനമാണ്? പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥം പഠിക്കാൻ, കാണാപ്പാഠം പഠിക്കാനാണെങ്കിൽ 1, 1.5, 2 വർഷം മതി. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ബുദ്ധിയും അതിനുള്ള സൗകര്യങ്ങളും കാണാപ്പാഠം പഠിക്കാനുള്ള ആപ്പ് വരെയുണ്ട് മൊബൈലിൽ. അത്രയും സൗകര്യമുള്ള കാലത്താണ് ജീവിക്കുന്നത്. എന്തിനാണ് പിന്നെ ഇത്രയധികം കാലം എടുക്കുന്നത്? നമുക്ക് വിദേശത്തേക്ക് പോകുന്ന ആളുകളെ പരിചയം ഉണ്ടാവും വീട്ടിൽ നിന്നൊക്കെ. ഗൾഫ് നാടുകളിലേക്ക് പോകുന്ന ആളുകൾ മുമ്പ് കാലങ്ങളിൽ കടലിൻ്റെ മുകളിലൂടെ കപ്പലിലാണ് പോയിരുന്നത്. ഇപ്പോഴൊക്കെ ആളുകൾ പോകുന്നത് വിമാനത്തിലാണ്. അങ്ങനെ ഒരു വർഷത്തിൽ 1 പ്രാവശ്യമെങ്കിലും വെക്കേഷനിൽ നാട്ടിലേക്ക് വരും. അദ്ദേഹം കേരളത്തിൽ നിന്ന് വിദേശ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കടലിൻ്റെ മുകളിലൂടെയാണ്. അങ്ങോട്ട് പറക്കുന്നതും കടലിൻ്റെ മുകളിലൂടെ, ഇങ്ങോട്ട് പറക്കുന്നതും കടലിൻ്റെ മുകളിലൂടെ. അദ്ദേഹത്തോട് നമ്മൾ ചോദിക്കുക, നിങ്ങൾ ഒരു വർഷം മിനിമം 2 പ്രാവശ്യമെങ്കിലും കടലിൻ്റെ മുകളിലൂടെ പറക്കുന്നില്ലേ? അപ്പം നിങ്ങൾക്ക് കടലിനെക്കുറിച്ചൊക്കെ അത്യാവശ്യം നല്ല വിവരം ഉണ്ടാവില്ലേ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അദ്ദേഹം പറയാ? അദ്ദേഹം പറയും, ഞാൻ അതിൻ്റെ മുകളിലൂടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുന്നേ ഉള്ളൂ, ആ കടലിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. ഇതായിരിക്കും അദ്ദേഹം പറയാ. ചില ആളുകളുടെ പഠനം ഒരു ചട്ടയിൽ നിന്ന് മറ്റൊരു ചട്ടയിലേക്കുള്ള വിമാനത്തിലൊരു പറക്കലായി മാറുന്നുണ്ട്. പരിശുദ്ധ ഖുർആന്റെ പഠനം സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ ഒരു ഓട്ടപ്രദക്ഷിണം പാരായണം ചെയ്തങ്ങനെ പോകും. എന്നിട്ട് പറയും, ഞാനൊരു വർഷത്തിൽ 2 പ്രാവശ്യം ആ കരയും ഈ കരയും തൊട്ടു. ആ ചട്ടയിൽ നിന്ന് ഈ ചട്ടയിലേക്ക് ഞാൻ ഒരു വർഷം, പ്രത്യേകിച്ച് റമദാനിലൊക്കെ ആണെങ്കിൽ ഞാൻ 5 പ്രാവശ്യം ആ ചട്ടയിൽ നിന്ന് ഈ ചട്ടയിലേക്ക് എത്തി, ഖത്തം തീർത്തു. അങ്ങനെ പറയാം. എത്രയോ പ്രാവശ്യം ഖത്തം തീർത്തവരാ. ആ ഖത്തം തീർത്ത ആളുകളോട് നമ്മൾ ആ പരിശുദ്ധ ഖുർആനിൻ്റെ ആഴങ്ങളിലുള്ള മുത്തും പവിഴവും നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചാൽ അതൊന്നും അറിയില്ല, ഞങ്ങൾ അതിൻ്റെ മേലെ കൂടെ പറന്നിട്ടുണ്ട് എന്നാണ് പറയാം. അങ്ങനെ പറക്കാനായിരുന്നുവെങ്കിൽ 2 വർഷം പോരായിരുന്നോ? 23 വർഷം വേണമായിരുന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറക്കി കൊടുക്കാൻ? അങ്ങനെ പറക്കാനായിരുന്നുവെങ്കിൽ. അപ്പം അതല്ല ലക്ഷ്യം, അതല്ല ആവശ്യം ഓരോ ആയത്ത് ഇറങ്ങുമ്പോഴും അത് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ്
അടുത്ത ആയത്തുകളിലേക്ക് സ്വഹാബ കിറാം പോയിരുന്നത്. അന്ന് അങ്ങനെയാണ് പഠനം. ഇന്ന് പഠനത്തിൻ്റെ രീതിശാസ്ത്രം മാറിയിട്ടുണ്ട്. വെറും പാരായണം മാത്രം പഠിക്കുന്ന ആളുകളുണ്ട്, മനഃപ്പാഠമാക്കുന്ന ആളുകളുണ്ട്. മാത്രവുമല്ല, കൃത്യമായിട്ട് അർത്ഥവും വിശദീകരണവും ഒക്കെ പഠിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഇതൊന്നുമല്ല പരിശുദ്ധ ഖുർആൻ്റെ യഥാർത്ഥ പഠനം. പരിശുദ്ധ ഖുർആനിൻ്റെ യഥാർത്ഥ പഠനം എന്നുള്ളത്, ഒരു ആയത്ത് നമ്മൾ പഠിച്ചാൽ അത് ഞാൻ പഠിച്ചു എന്ന് പറയണമെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. നമ്മുടെ ജീവിതത്തിൽ ആ ആയത്തുണ്ടോ എന്ന് പരതി നോക്കണം. വൽ ആദിയാത്തി ദബ്ഹ എന്ന് പറയുന്ന ഒരു സൂറത്ത്, ഒരു ആയത്ത് പരിശുദ്ധ ഖുർആനിലുണ്ട്. സൂറത്തുൽ ആദിയാത്ത് ചെറിയ സൂറത്താണ്. നിങ്ങളുടെ മുമ്പിൽ ഇഷാറ മതി, ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. നിങ്ങളൊക്കെ ഖുർആൻ പഠിക്കുന്ന ആളുകളാണ്. എന്താണ് സൂറത്തുൽ ആദിയാത്തിലെ പ്രതിപാദ്യ വിഷയം? എന്താണ്? ഒരു കുതിരയുടെ കാര്യമാണ് അള്ളാഹു അവിടെ പ്രതിപാദിക്കുന്നത്, അല്ലേ? ഒരു കുതിര, ആ കുതിരയുടെ മാനസികാവസ്ഥ അള്ളാഹു ഇങ്ങനെ വിശദീകരിക്കുകയാണ്. സുബഹി സമയത്ത് ആ കുതിര കുതിച്ച് പായുന്നുണ്ട്, യുദ്ധക്കളത്തിലേക്ക് ആ കുതിര എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വെട്ടും കുത്തും അമ്പും എല്ലാം ആ കുതിര കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് പോലും പിന്തിരിഞ്ഞോടുന്നില്ല ആ കുതിര. യുദ്ധക്കളത്തിൻ്റെ നടുവിലേക്ക് ആ കുതിര എടുത്തു ചാടുകയാണ്. എന്തിനു വേണ്ടി? ഒരേ ഒരു ലക്ഷ്യം, എൻ്റെ പുറത്തിരിക്കുന്ന യജമാനൻ്റെ ഉദ്ദേശം ആ യുദ്ധക്കളത്തിൻ്റെ നടുത്തളത്തിലേക്ക് എത്തുകയും ശത്രുക്കളെ പരാജയപ്പെടുത്തുകയുമാണ്. എൻ്റെ ജീവിതം, എൻ്റെ ജീവനല്ല അവിടെ പ്രശ്നം. എന്നെപ്പോലെയുള്ള മറ്റ് മൃഗങ്ങൾ, മറ്റ് കുതിരകൾ ഇവിടെ ഓരോ അമ്പും കൊണ്ട് പിടഞ്ഞു വീഴുന്നത് ഞാൻ കണ്ടാലും ശരി, എൻ്റെ പുറത്തിരിക്കുന്ന എൻ്റെ യജമാനൻ്റെ ഇംഗിതം, എൻ്റെ യജമാനൻ്റെ ആവശ്യം, എൻ്റെ യജമാനൻ്റെ ലക്ഷ്യം ഈ യുദ്ധത്തിൽ വിജയിക്കുക എന്നുള്ളതാണെങ്കിൽ എൻ്റെ ജീവനേക്കാൾ എനിക്ക് വലുത് ഈ യുദ്ധം വിജയിക്കലാണ്. ഞാൻ മരിച്ചാലും കുഴപ്പമില്ല, ഞാൻ ആ യുദ്ധത്തിൻ്റെ നടുത്തളത്തിലേക്ക് പോവുക തന്നെ ചെയ്യും. അങ്ങനെ സ്വന്തം യജമാനന് വേണ്ടി ആ യുദ്ധത്തിൻ്റെ നടുത്തളത്തിലേക്ക് പോകുന്ന ഒരു കുതിരയെയാണ് അള്ളാഹു സൂറത്തുൽ ആദിയാത്തിൽ പരിചയപ്പെടുത്തുന്നത്. മാത്രവുമല്ല, എന്തുകൊണ്ടാണ് ആ കുതിരയ്ക്ക് അങ്ങനെ ഒരു ചിന്ത വന്നത്? ആ കുതിരയ്ക്ക് ആ യജമാനൻ കൊടുക്കുന്നത് കഴിക്കാൻ ഭക്ഷണം, കിടക്കാൻ ഒരു ആല കൊടുക്കുന്നുണ്ട്, അസുഖം വന്നാൽ ചികിത്സ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ മാത്രമേ കൊടുക്കുന്നുള്ളൂ. എന്നാൽ ഈ ലോകത്ത് നമുക്ക് എല്ലാം ഉണ്ടാക്കി തന്ന, ഓരോ നിമിഷത്തിലും നമ്മൾ എടുക്കുന്ന ശ്വാസം പോലും അള്ളാഹു നൽകിയതാണ്. എല്ലാം നമുക്കുണ്ടാക്കി തന്ന ഈ റബ്ബിനെ, ആ റബ്ബിനോട് നമ്മൾ ഇത്ര നന്ദി കാണിക്കുന്നുണ്ടോ? ഈ ഒരു സൂറത്ത് പഠിച്ച ഒരു വ്യക്തി സുബഹിക്ക് പള്ളിയിൽ പോയിട്ടില്ലെങ്കിൽ, ഈ ഒരു സൂറത്ത് പഠിച്ചൊരു വ്യക്തി, പുരുഷന്മാർ സുബഹിക്ക് പള്ളിയിൽ പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോളൂ, ആ വ്യക്തി ആ സൂറത്ത് പഠിച്ചിട്ടില്ല. 2 മണിക്കൂർ ഇവിടെ കയറി നിന്നിട്ട് സൂറത്തുൽ ആദിയാത്ത് ക്ലാസ് എടുക്കുന്ന വ്യക്തിയാണെങ്കിലും ആ വ്യക്തി സുബഹിക്ക് പള്ളിയിൽ പോകുന്നില്ലെങ്കിൽ ആ സൂറത്ത് ആ വ്യക്തി പഠിച്ചിട്ടില്ല. അങ്ങനെയാണ് സൂറത്തുകൾ പഠിക്കേണ്ടത്. ഒരു സൂറത്ത് പഠിക്കുക എന്ന് പറഞ്ഞാൽ ആ സൂറത്ത് എൻ്റെ ജീവിതത്തിലുണ്ടോ? അതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. നമ്മുടെ കളവ് പറയുന്നതിനെക്കുറിച്ചും കസാബുകളെക്കുറിച്ചും കാസിബീങ്ങളെക്കുറിച്ചും ധാരാളമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു പരിശുദ്ധ ഖുർആൻ. കപട വിശ്വാസികളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ആ ആയത്തുകളൊക്കെ പഠിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളെ കിട്ടുമ്പോൾ, അയൽവാസികളെ കിട്ടുമ്പോൾ, നമ്മുടെ കൂടെ പഠിക്കുന്ന മറ്റുള്ളവരെ കിട്ടുമ്പോൾ നമ്മൾ കളവ് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ആയത്ത് നമ്മൾ പഠിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം പറയാനൊക്കെ അറിയണ്ടാവും, അതിൻ്റെ മാളയും മുലാരിയൊക്കെ പറയാൻ അറിയണ്ടാവും, ആ ആയത്ത് ഏത് സൂറത്തിലാണ്, എത്ര പ്രാവശ്യം പരിശുദ്ധ ഖുർആനിൽ വന്നു എന്നൊക്കെ പറയാൻ അറിയണ്ടാവും. പക്ഷെ ആ സൂറത്ത്, ആ ആയത്ത് പഠിച്ചു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഉണ്ടാകണം. അതാണ് പഠനം. അതല്ലാതെ നമ്മളുടെ ഈ ഒരു മെമ്മറിയിൽ, നമ്മളുടെ ഈ തലച്ചോറിൽ കുറേ ആയത്തുകൾ നിറച്ചു വെച്ച് മരണപ്പെട്ടു പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. മെമ്മറി കാർഡിനകത്ത്, ഞാനും നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈലിൻ്റെ മെമ്മറി കാർഡിനകത്ത് 30 ജുസൂ ഇല്ലേ? എന്നിട്ട് ഇന്നേ വരെ ഏതെങ്കിലും ഒരു മൊബൈലിന് നല്ല മാറ്റം വന്നിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മൊബൈൽ നല്ല സ്വഭാവത്തോടു കൂടി മാറിയ ചരിത്രം ഉണ്ടോ? 30 ജുസുവും അതിൽ കയറ്റി വെച്ചിട്ട്. അപ്പോൾ നമ്മളുടെ തലച്ചോറിനകത്ത് കുറേ ആയത്തുകളോ സൂറത്തുകളോ കയറ്റി വെച്ചാൽ നമുക്ക് മാറ്റം ഉണ്ടാവില്ല. മാറ്റമുണ്ടാവണമെങ്കിൽ നമ്മൾ ആ ഖുർആനിലേക്ക് അങ്ങോട്ട് ചെല്ലണം. ഷോക്കേസിൽ നിന്ന് ഇറങ്ങി വന്ന് ഖുർആൻ നമ്മളെ ആരെയും മാറ്റൂല. നമ്മൾ അങ്ങോട്ട് ചെല്ലണം. എനിക്ക് മാറണമെന്ന് നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെടണം. ആ രൂപത്തിൽ നമ്മൾ മാറുമ്പോഴാണ് പരിശുദ്ധ ഖുർആനിൽ നമ്മളിൽ മാറ്റമുണ്ടാക്കി നമ്മൾ പരിശുദ്ധ ഖുർആൻ പഠിച്ചു എന്ന് പറയുള്ളൂ. അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് 23 വർഷം എടുത്തത്.
ആ രൂപത്തിൽ നമുക്കും കൂടെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെളിച്ചം ഇത്രയും വർഷങ്ങൾ എടുത്തുകൊണ്ട് കൊണ്ടുപോകുന്നതും. അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു 6 മാസം കൊണ്ട് തീർക്കാം. അപ്പോൾ നമ്മളുടെ പഠനം യഥാർത്ഥ പഠനമാണോ എന്ന് സ്വന്തം നെഞ്ചിലേക്ക് കൈവച്ചുകൊണ്ട് ആലോചിക്കേണ്ട ഒരു സമയം കൂടിയാണിത്. ഇനി ഇതിനൊരു മറുവശമുണ്ട്. അതെന്താണെന്നറിയോ? ഞാനൊരു കൗൺസിലിംഗ് സെൻറ്റർ നടത്തുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൗൺസിലിംഗ് സെൻറ്ററിലേക്ക് ഒരു മാസം മുമ്പ് ഒരു പ്രശ്നം തീർക്കാൻ വേണ്ടി, ഒരു കുടുംബ പ്രശ്നം തീർക്കാൻ വേണ്ടി ഒരു ഫാമിലി, ഒരു കുടുംബം വന്നിരുന്നു. ആ കുടുംബം വന്നപ്പോൾ ഉപ്പയും ഉമ്മയും തമ്മിലാണ് പ്രശ്നം. കൊണ്ടുവന്നത് മകളാ. തമ്മിലുള്ള പ്രശ്നം തീർക്കാൻ മകളാണ് കൊണ്ടുവന്നത്. അപ്പം അവിടെ ഉപ്പയെ സംബന്ധിച്ചിടത്തോളം ഉപ്പ നല്ല പെർഫെക്റ്റ് ഉപ്പയാണ്. ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ഉമ്മയാണെങ്കിലോ നല്ല ഖുർആനൊക്കെ പഠിക്കുന്ന നല്ലൊരു ഉമ്മയുമാണ്. ഏറ്റവും നല്ലൊരു കുടുംബം എന്ന് തോന്നിപ്പോവും. പക്ഷേ ഇവരോട് ഞാൻ ഒറ്റയ്ക്കൊറ്റയ്ക്ക് സംസാരിച്ചതിന് ശേഷം ഈ മകൾ എൻ്റെ അടുത്തേക്കൊന്ന് വന്നിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ കേൾക്കണോ? ഒന്ന് നിങ്ങൾ ഉമ്മാനെന്ന് ഉപദേശിക്കണം. ഞാനങ്ങനെ ആലോചിച്ചു, എന്തപ്പോൾ ഉമ്മാനെ ഉപദേശിക്കുക? ഉമ്മ ഖുർആൻ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്, കൃത്യമായിട്ട് ഖുർആൻ ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട്, എഴുതി വെച്ചൊക്കെയാണ് പഠിക്കുന്നത്, ആയത്തും ഹദീസൊക്കെ പറയാൻ അറിയുന്നുണ്ട്. ഇനി എന്താ പിന്നെ വേണ്ടത്? മോള് പറയാം, ഉമ്മ രാവിലെ അങ്ങോട്ട് തുടങ്ങും. ഒരു ക്ലാസ് കേട്ടാൽ പിന്നെ അടുത്ത ക്ലാസ്, അത് എഴുതി വെക്കും, അതിൻ്റെ ക്ലാസ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉമ്മയും ഉമ്മാൻ്റെ ഒരു മൊബൈലും ഖുർആൻ ക്ലാസ്സും മാത്രം, വേറെ ഒരു ചിന്തയില്ല. അവിടെ ഭക്ഷണം ഉണ്ടാക്കുമോ, ഉപ്പാക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഉമ്മയില്ല. ഉമ്മ വെറും ഒരു ഖുർആൻ ക്ലാസ്സിൻ്റെ ഉമ്മയായിട്ടാണ് മാറിയിരിക്കുക. അങ്ങനെ മതിയോ ജീവിതം? അങ്ങനെയുണ്ട് ചില ആളുകൾ. ഇവിടെ നമ്മളുടെ ജീവിതത്തിൽ ഓരോ ആയത്തും ഉണ്ടാവണമെന്ന് ഞാൻ തുടക്കത്തിലേ പറയാൻ കാരണം, ഒരു ആയത്തിന് നിങ്ങൾ എടുക്കേണ്ടത് ഒരു പ്രൊജക്റ്റായിട്ടാണ്. എന്താ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ? പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നത് പ്രാവർത്തികമാവുന്നുണ്ടോ എന്ന് നമ്മൾ തന്നെ ചെക്ക് ചെയ്യണം, പരിശോധിക്കണം നമ്മൾ. അങ്ങനെയാകുമ്പോൾ ആര് ഖുർആൻ പഠിക്കുകയാണെങ്കിലും കുടുംബ ജീവിതത്തിൽ വിള്ളലുണ്ടാവില്ല. ഇവിടെ ഇരിക്കുന്ന എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരുടെയെങ്കിലും കുടുംബ ജീവിതത്തിൽ വിള്ളലുണ്ട് എങ്കിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമുണ്ട് എങ്കിൽ, അവിടെ ടെൻഷനില്ലാത്ത ജീവിതമില്ല എന്ന് പറയുന്നുണ്ട് എങ്കിൽ, ആകെ കൂടെ വല്ലാത്തൊരു ടെൻഷനാണ്, ഞാൻ ടെൻഷൻ്റെ ഗുളിക 3 നേരം കഴിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ, അതിൻ്റെ അർത്ഥം പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ടെൻഷൻ്റെ ഒരു ഗുളികയും കഴിച്ചിട്ടില്ല. അന്നുള്ള ആളുകൾ ആരും കഴിച്ചിട്ടില്ല. എന്തേ? അവർക്കൊന്നും ടെൻഷൻ ഉണ്ടായിരുന്നില്ലേ? അവർക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. ആ ടെൻഷൻ്റെ മരുന്നും കയ്യിലുണ്ടായിരുന്നു. ആ മരുന്നാണ് കൂട്ടരെ നമ്മുടെയൊക്കെ കയ്യിലുള്ള പരിശുദ്ധ ഖുർആൻ. ഇത്രയും നല്ലൊരു മരുന്നുണ്ടാകുമ്പോൾ, ഇത്രയും നല്ലൊരു കൗൺസിലർ ഉണ്ടാകുമ്പോൾ, എന്തിനാ നമ്മൾ എനിക്ക് കുടുംബജീവിതത്തിൽ സ്വസ്ഥത കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് മറ്റൊരു കൗൺസിലറുടെ അടുത്തേക്ക് പോകുന്നത്? എന്തിനാണ് നമ്മൾ ടെൻഷൻ്റെ ഗുളിക കഴിക്കുന്നത്? അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കയ്യിലുള്ള ഈ പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു മൂല്യം, അതിൻ്റെ ഒരു വില, അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ അതിലുണ്ട് എന്തിനുമുള്ള പരിഹാരം, ഏതൊരു കാര്യത്തിനുമുള്ള പരിഹാരം അതിലുണ്ട്. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത്, 40 കുട്ടികളുള്ള ക്ലാസ്സിൽ ചെന്നിട്ട്, മോനെ നിനക്ക് ഫിസിക്സ് നീ നന്നായിട്ട് പഠിക്ക് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ പോരുക. അപ്പോൾ കുട്ടി ഫിസിക്സ് ഇങ്ങനെ പഠിക്കുകയാണ്. അങ്ങനെ പഠിച്ചതിന് ശേഷം ആ ഫിസിക്സിലെ ഒരു പ്രോബ്ലം കൊടുത്തു കഴിഞ്ഞാൽ, ഒരു കണക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ആ കുട്ടിക്ക് ആ കണക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ആ ഫിസിക്സിലെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. കുട്ടി പറയാ, ഇതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. ഇതേപോലെ ആവരുത്. നമ്മളുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രോബ്ലംസും, എല്ലാ പ്രശ്നങ്ങളും അത് സോൾവ് ചെയ്യാൻ, അത് പരിഹരിക്കാൻ, അതിന് ഉത്തരം കണ്ടെത്താൻ നമ്മൾ പഠിക്കുന്ന പരിശുദ്ധ ഖുർആൻ കൊണ്ട് സാധിക്കണം. ഇനി നമ്മൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് അറിയുന്നത്? ഈ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്, പക്ഷെ സമയം കിട്ടണ്ടേ? എവിടെ ഇപ്പം അതിന് സമയം? അപ്പം നമുക്ക് സമയമില്ല എന്നുള്ള വലിയൊരു ടെൻഷൻ അതങ്ങനെ ഉണ്ട്. എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ ആളുകളിൽ പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നവരോട് കൈപൊക്കാൻ പറഞ്ഞ ആരും ഉണ്ടാവില്ല. എന്നാൽ വളരെയധികം നെഞ്ചോട് ചേർത്ത് എനിക്ക് പരിശുദ്ധ ഖുർആൻ മുഴുവനും പഠിക്കണം, മരിക്കുന്നതിന് മുമ്പ് എനിക്ക് ആയുസ് ഇത്രയായി, 20 വയസ്സായി, 30ആയി, 50ആയി, 70ആയി എന്നൊക്കെ പറയുന്ന ഈ തിരൂരിൽ നിന്ന് തന്നെ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്ന ഒരു വല്യമ്മയുണ്ട്. എന്നെ വിളിച്ചിരുന്നത് 3-4 കൊല്ലം മുമ്പാണ്. അന്ന് അവരുടെ പ്രായം 74 വയസ്സാണ്. എന്നോട് പറഞ്ഞപ്പോൾ ഏഴൂർ എന്നുള്ള സ്ഥലത്തുള്ള ആളുകളാണ്. ചിലപ്പോൾ ഇവിടെ വന്നിട്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും അവരെന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, സംസാരിക്കും. ഇന്നിപ്പോൾ ഞാനിവിടെ വന്ന് ഇറങ്ങിയ സമയത്ത് ഞാൻ ആദ്യം അവരെന്ന് വിളിച്ചു. അപ്പോൾ ആ ഒരു വ്യക്തി 74 വയസ്സായിട്ടും പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നുണ്ട്. അപ്പോൾ പല പല ആളുകളും പരിശുദ്ധ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഇരിക്കുന്ന ആളുകളും അങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും നല്ല താല്പര്യമുണ്ട് പഠിക്കാൻ.
പക്ഷെ എല്ലാവരുടെയും മനസ്സിലുള്ള വലിയൊരു ചോദ്യചിഹ്നം, സമയം കിട്ടുന്നില്ല, ഒരുപാട് തിരക്കാണ്. എന്നാൽ ചില ആളുകൾ കൃത്യമായിട്ട് ഖുർആൻ പഠിക്കുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ വിലയിരുത്തുകയാണെങ്കിൽ ചില ആളുകൾക്കൊക്കെ 26 27 മണിക്കൂർ ഒരു ദിവസം കിട്ടണം. നമുക്കെല്ലാവർക്കും കിട്ടുന്നത് 24 മണിക്കൂർ. 24 മണിക്കൂറുള്ള നമുക്കാർക്കും ഒന്നിനും സമയം തികയുന്നില്ല. കാരണം നമുക്ക് 24 കിട്ടുന്നുള്ളൂ. മറ്റൊരു ഖുർആൻ പഠിക്കുന്നുണ്ട്. എന്താ കാരണം അറിയോ? അവർക്ക് 28 മണിക്കൂറൊക്കെ ഉണ്ട് ദിവസം. അങ്ങനെയാണോ? അല്ലല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തന്നത് 24 മണിക്കൂർ തന്നെയാണ്. പിന്നെ എങ്ങനെയാണ് കൂട്ടരെ ചില ആളുകൾ അതിൽ നിന്ന് സമയം കണ്ടെത്തി ഈ പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ മെനക്കെടുന്നത്? എന്തുകൊണ്ടാ? എങ്ങനെയാണത്? ഒന്നുകിൽ അവർക്ക് വേറെ ഒരു പണി ഉണ്ടാവില്ല, ഒരു പണി ഒരുക്കുണ്ടാവില്ല, അവർക്ക് ആകെ ഇതന്നെ എനിക്കും പണി. ഒന്നുകിൽ അങ്ങനെ ആയിരിക്കണം. അല്ലെങ്കിൽ അവർ മുൻഗണന ഇതിന് കൊടുക്കണം, പ്രിഫറൻസ് ഇതിന് കൊടുക്കണം, പ്രയോറിറ്റി ഇതിന് കൊടുക്കണം. എനിക്ക് പരിശുദ്ധ ഖുർആൻ വിട്ടിട്ട് ജീവിതമില്ല, കാരണം ഈ ലോകത്ത് ഞാൻ ആകെ ജീവിക്കുക 60 70 കൊല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചും കൂടെ കൊല്ലം കൂടും, ഇത്രയൊക്കെ ഞാൻ ജീവിക്കുള്ളൂ. ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നു, തിരിച്ചെൻ്റെ വീട്ടിലേക്ക് ഞാൻ എത്തുന്ന എനിക്ക് യാതൊരു ഉറപ്പില്ല. വഴിയിൽ വെച്ചിട്ട് ഏതെങ്കിലും ആക്സിഡൻറ്റിൽ മരിച്ചാൽ എൻ്റെ കൈ കൊണ്ടിട്ട് ഈ ഷർട്ട് അഴിച്ചെടുക്കുന്നത് ഞാനായിരിക്കൂല, മയ്യത്ത് കുളിപ്പിക്കുന്ന ആളുകളായിരിക്കും. അതുകൊണ്ട് നമുക്ക് എത്രത്തോളം ജീവിതമുണ്ട്, എത്രത്തോളം കാലമുണ്ട് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ആളുകൾ തീരുമാനിക്കും, ഈ ഉള്ള ജീവിതം എത്ര ഇവിടെ കിട്ടിയാലും അള്ളാഹു എത്ര തന്നാലും ഞാൻ ഉറ്റുനോക്കുന്നത് എൻ്റെ പരലോകമാണ്. നാളെ പരലോകത്ത് എനിക്ക് എന്ത് സംഭവിക്കും, അവിടെ ഞാൻ വിജയിക്കുവോ പരാജയപ്പെടുവോ, ഇതാണ് ഞാൻ ഉറ്റുനോക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ സമയം കണ്ടെത്തണം. ഏതിനാ സമയം കണ്ടെത്തേണ്ടത്? ഏറ്റവും കൂടുതൽ മാർക്കുള്ള ചോദ്യത്തിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ സമയം കണ്ടെത്തേണ്ടത്. നമ്മളുടെ ചോദ്യപേപ്പറിൽ, അള്ളാഹു നമുക്ക് നൽകിയ ചോദ്യപേപ്പറിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സമയം കൊടുക്കേണ്ടത് പരിശുദ്ധ ഖുർആനിൻ്റെ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന പഠനത്തിനാണ്. അടിവരയിട്ട് മനസ്സിലാക്കുക, പരിശുദ്ധ ഖുർആനിൻ്റെ പഠനമല്ല പ്രാവർത്തികമാക്കുന്ന പഠനം എന്ന് പറഞ്ഞാൽ ഒരു ആയത്ത് പഠിച്ചാൽ അത് ജീവിതത്തിലുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന പഠനം. ആ പഠനത്തിന് നിങ്ങൾ സമയം കണ്ടെത്താത്തിടത്തോളം കാലം ബാക്കി നമ്മുടെ സ്കൂൾ തിരക്ക്, നമ്മുടെ ഓഫീസ് തിരക്ക്, നമ്മുടെ സംഘടനാ തിരക്ക്, ചില ആൾക്കാരൊക്കെ സംഘടനയിൽ അങ്ങോട്ട് സജീവമായിട്ട്, മുമ്പ് നമ്മുടെ തന്നെ ഒരു വലിയ പണ്ഡിതൻ പറഞ്ഞു, കുട്ടികളൊക്കെ അങ്ങോട്ട് സംഘടനയിൽ സജീവമായിട്ട് ഓൽക്കിപ്പോൾ നിസ്കരിക്കാനൂടി സമയം കിട്ടില്ല. ആ കോലത്തിലാണ് പലരുടെയും പോക്ക്. നമുക്ക് ഭയങ്കര സജീവതയാണ്, ഭയങ്കര തിരക്കാണ്. ആ തിരക്കിൻ്റെ ഇടയിൽ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ട ദീനിൻ്റെ കാര്യങ്ങൾ മറന്നു പോകുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ പഠനം നാളെ പരലോകത്ത് നമുക്കെതിരെ സാക്ഷി പറയും. നമ്മുടെ പഠനം. ഈ പഠനം കാരണം നിന്റെ കുടുംബജീവിതം നീ ഇല്ലാതാക്കി, നിന്റെ ഭർത്താവിന് നീ കൊടുക്കേണ്ട ഒരുപാട് മര്യാദകളും കടമകളും ബാധ്യതകളും അത് നീ നിർവഹിച്ചിട്ടില്ല. നിന്റെ ഭാര്യയോട് നീ പുലർത്തേണ്ട ഒരുപാട് ബാധ്യതകൾ നിനക്കുണ്ട്. നീ അതൊന്നും ചെയ്യാതെ ഖുർആൻ പഠനത്തിന് വേണ്ടി, ഖുർആൻ വെറുതെ പഠിക്കാൻ വേണ്ടി പോയി. ആ പഠിച്ചതൊന്നും നിന്റെ ജീവിതത്തിലില്ല എന്ന് അള്ളാഹു പറയുമ്പോൾ എന്തായിരിക്കും നമ്മുടെ മറുപടി? അതുകൊണ്ട് കൂട്ടരെ, നമ്മളൊന്നും ഓർക്കണം, നമ്മുടെ പരിശുദ്ധ ഖുർആൻ വളരെ വലിയൊരു സംരംഭമാണ്. നമുക്കത് കിട്ടിയത് നമ്മുടെ ഭാഗ്യമാണ്. ഈ ഒരു വെളിച്ചം ഇതുപോലെയുള്ള ഈ ഒരു കൂട്ടായ്മയിൽ ഇല്ലാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. തിരൂരിൽ മുസ്ലിങ്ങൾ ഇത്രയൊന്നും അല്ല ഉള്ളത്, എനിക്കറിയാം. പക്ഷേ അല്ലെങ്കിൽ ഈ ഒരു സോണിൽ, ഈ ഒരു മണ്ഡലത്തിൽ ഇത്രയൊന്നും അല്ല ഉള്ളത്. എന്തുകൊണ്ടാണ് ഇത്രയും കുറഞ്ഞ ആളുകൾ ഇവിടെ എത്തിയത്? ബാക്കിയുള്ളവർക്കൊക്കെ തിരക്കാണ്, നല്ല തിരക്കാ, ഒരുപാട് ജോലി തിരക്കാണ്. അങ്ങനെയുള്ള തിരക്കിൻ്റെ ഇടയിലും നിങ്ങളെപ്പോലെയുള്ള അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് അധ്വാനിച്ച് യുദ്ധം ചെയ്ത് പോരാടി കടമ്പകൾ കടന്ന് ആ ഒരു ചുരമാർഗം താണ്ടിക്കടന്ന് എത്തിയവരാണ് നിങ്ങൾ. നിങ്ങൾക്ക് തിരക്കില്ലാത്തതുകൊണ്ടൊന്നുമല്ല, നിങ്ങൾക്ക് വേറൊരു പണിയില്ലാത്തതുകൊണ്ടൊന്നുമല്ല, എനിക്കറിയാം. നിങ്ങൾക്ക് ഒരുപാട് തിരക്കുണ്ട്. ആ തിരക്കിൻ്റെ ഇടയിലും നിങ്ങൾ മുൻഗണന കൊടുത്തത് ഇതിനാണ്, പരിശുദ്ധ ഖുർആന്റെ പഠനത്തിനാണ്. അങ്ങനെ പരിശുദ്ധ ഖുർആന്റെ പഠനത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ ഒരു പക്ഷേ ആരെങ്കിലും ഒരാളൊക്കെ ഈ കൂട്ടത്തിൽ തന്നെ കാരണക്കാരായിട്ടുണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾ പറയും, ഒരുപാട് ഖുർആനൊക്കെ പഠിച്ചിട്ട് അതിൻ്റെ ഒരു ആവേശങ്ങളുടെ ഉള്ളിലേക്ക് കിട്ടുമ്പോൾ ഒരുപാട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുമ്പോൾ പറയും, ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ കുറച്ച് കാലം മുമ്പ്, അന്ന് ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. പക്ഷേ എൻ്റെ ഇന്ന ആള്, എന്നെ പരിചയമുള്ള ഇന്ന ആള് എന്നോട് പറഞ്ഞു, ഈ ഒരു ഖുർആൻ ക്ലാസ്സിൽ നീ ഒന്ന് പങ്കെടുക്ക്, ഈ വെളിച്ചത്തിൽ നീ ഒന്ന് പങ്കെടുക്ക്. ആദ്യമൊക്കെ ഞാൻ പങ്കെടുത്തില്ല, എൻ്റെ ജോലി തിരക്കും കാരണം. പക്ഷേ പങ്കെടുത്ത് 1-2 സെഷൻ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇത് വല്ലാത്തൊരു സംഗതി തന്നെയാണ്, ഇത് കൈവിടാൻ പറ്റാത്തൊരു സംഗതിയാണ്. ഇപ്പം ഞാൻ എൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് ഈ സന്ദേശം കൈമാറുന്നുണ്ട് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മളെത്തി. അപ്പം നമ്മളുടെ ഉള്ളിലേക്ക് ഈ ഒരു കൈത്തിരി കാണിച്ചു തന്നത്, ഈ ഒരു വെളിച്ചം നമ്മുടെ ഉള്ളിലേക്ക് കാണിച്ചു തന്നത് ഈ കൂട്ടത്തിൽ തന്നെയുള്ള, ഈ നാട്ടിലോ ഇവിടെ വരാത്തവരോ കുറച്ച് ദൂരത്തൊക്കെയുള്ള ആരെങ്കിലുമൊക്കെ ആയിരിക്കും.
ഇതുപോലെ നമ്മൾ നമ്മളുടെ പഠനത്തെ അള്ളാഹു പറഞ്ഞ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ പഠനമാക്കി മാറ്റണം. ഏറ്റവും നല്ല ഹൈർ ഉമ്മത്ത് അല്ലെങ്കിൽ ഏറ്റവും നല്ല ഒരു മനുഷ്യൻ അത് ഏത് സ്വഭാവമുള്ള ആളാ? ഏറ്റവും നല്ല മനുഷ്യൻ മൻ തഅല്ലമൽ ഖുർആന വ അല്ലമഹു, ആരാണോ ഖുർആനിനെ പഠിക്കുകയും മറ്റുള്ളവർക്ക് പഠിപ്പിക്കുകയും ചെയ്യുന്നത്. ഈ കൂട്ടത്തിൽ നിങ്ങളെല്ലാവരും പറയും ഞങ്ങളെല്ലാവരും ഖുർആൻ പഠിക്കുന്നവരാണ്. ഖുർആൻ പഠിപ്പിക്കുന്ന ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടോ? കൈപ്പൊക്കൊന്നും വേണ്ടട്ടോ. ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കൈപ്പൊക്കാൻ പറയുമ്പോൾ കൈപ്പൊക്കിയാൽ മതി. ഖുർആൻ പഠിക്കുന്നവരാണ് നിങ്ങളെല്ലാവരും. ഖുർആൻ പഠിക്കുന്നവരുണ്ടോ? കുറച്ച് കഴിഞ്ഞിട്ട് ഈ മൈക്ക് കൊടുത്തിട്ട് ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് വരാം, എന്നിട്ട് നമുക്ക് ഓരോരുത്തരോടും ചോദിക്കാം. ഖുർആൻ പഠിപ്പിക്കുന്ന ആൾക്കാർ ഈ കൂട്ടത്തിൽ കുറച്ച് ആൾക്കാരൊക്കെ ഖുർആൻ പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. എനിക്ക് പരിചയമുള്ള ഒരാളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അദ്ദേഹം വിദേശത്താണ്, അദ്ദേഹം നാട്ടിൽ ഖുർആൻ പഠിപ്പിക്കുന്ന ആളാണ്. എങ്ങനെയെന്ന് അറിയുങ്ങൾ, ഖുർആൻ ക്ലാസ് അദ്ദേഹത്തിന് കിട്ടും. അദ്ദേഹം ചില ക്ലാസ്സുകളെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ പല ആൾക്കാരും ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടല്ലോ. ആ കൂട്ടത്തിൽ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ക്ലാസ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ കുറച്ച് ആൾക്കാരെയൊക്കെ കൂട്ടിയിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കി. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള മുഴുവൻ വ്യക്തികളെയും വെച്ചിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. അദ്ദേഹത്തിൻ്റെ പണി എന്താണെന്നറിയോ? ആ ഗ്രൂപ്പിലേക്ക് ഈ ക്ലാസ് ഇട്ട് കൊടുക്കും. പഠിച്ചോ എന്ന് അദ്ദേഹം ചെക്ക് ചെയ്യും. അദ്ദേഹം പോയി വായ കൊണ്ട് ക്ലാസ് എടുക്കൂല. കാരണം പഠിപ്പിക്കാൻ ഒരുപാട് മാർഗങ്ങൾ ഈ കാലത്തുണ്ട്. നമ്മൾ വിചാരിക്കും ഏറ്റവും നല്ല ആളെന്ന് പറയുമ്പോൾ ആരാണോ ഖുർആൻ പഠിക്കുകയും വഅല്ലമഹു അതിനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ. എങ്ങനെ ഇപ്പം ഞങ്ങളൊക്കെ പഠിപ്പിക്കുക? അങ്ങനെ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ മാത്രമുള്ള വിവരമൊന്നും ഞങ്ങൾക്കില്ല. പഠിക്കാം, അത് കുഴപ്പമില്ല. ഞാൻ പറയണു, നിങ്ങൾക്ക് എല്ലാവർക്കും പഠിപ്പിക്കാനുള്ള വിവരമുണ്ട്. ഏതാണ് ഈ പഠിപ്പിക്കലെന്നറിയോ? പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ചോക്കും ബോർഡും എടുത്തിട്ട് എങ്ങോട്ടും പോകണ്ട, ആരടുത്തേക്കും പോകണ്ട, അതിൻ്റെ ഹോൾ സംഘടിപ്പിക്കണ്ട. ഈ കാലത്ത് നിങ്ങൾ ക്ലാസ് റൂം നിങ്ങൾ തന്നെ ഉണ്ടാക്കിയാൽ മതി. നിങ്ങളുടെ കുടുംബത്തിലുള്ള ഇത്തരം മേഖലകളിലേക്ക് കടന്നു വരാത്ത ആളുകളെ ചേർത്തുകൊണ്ട് ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട്, ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അത് ഖുർആൻ പഠിക്കുന്ന ഗ്രൂപ്പാക്കി മാറ്റി അതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലാസ്സുകൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഖുർആൻ അവർ പഠിക്കട്ടെ, ഇടയ്ക്ക് അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുക, അതിനെ ജീവിപ്പിക്കുക. എവിടെയെങ്കിലും കല്യാണത്തിനോ സൽക്കാരത്തിനോ ഓഡിറ്റോറിയത്തിൽ വെച്ച് കാണുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്ന കൂട്ടത്തിൽ, അല്ല നിങ്ങളിപ്പോൾ ഏത് സൂറത്ത് വരെ എത്തി, അതിൻ്റെ പരീക്ഷ എഴുതിയോ, ഇങ്ങനെയൊക്കെ അതിനെക്കുറിച്ചും സംസാരിക്കുക. അങ്ങനെ നിങ്ങൾ ഖുർആൻ പഠിപ്പിക്കുന്ന വ്യക്തികളായി മാറുക. അതൊരു ഖുർആൻ പഠിപ്പിക്കലാണ്. ഖുർആൻ പഠിപ്പിക്കാൻ പല മാർഗങ്ങളുണ്ട്, അല്ലാതെ വെറും ഒരു അധ്യാപകനും വിദ്യാർത്ഥി എന്നുള്ള രൂപത്തിലുള്ള പഠിപ്പിക്കലല്ല. അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട, ഞങ്ങൾക്കൊന്നും അധ്യാപകരാൻ കഴിയില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അധ്യാപകരാൻ കഴിയും, എളുപ്പമാണ്. സമയം കണ്ടെത്താൻ ഇപ്പോഴത്തെ ഒരു കാലം എടുത്തു നോക്കുകയാണെങ്കിൽ, പണ്ട് നമ്മളുടെ ഇവിടെ തന്നെ ഇരിക്കുന്ന പ്രായം ചെന്ന ആളുകൾ, ഒരു 50 വയസ്സിൻ്റെ മുകളിൽ പ്രായമുള്ള ആളുകൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത്, ആ ഇരിക്കുന്ന ആളുകളുടെ കുട്ടിക്കാലത്ത് എത്രത്തോളം സംവിധാനം ഉണ്ടായിരുന്നു പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ. പരിശുദ്ധ ഖുർആൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങോട്ടെങ്കിലും പോകണം, ഏതെങ്കിലും സ്ഥലത്ത് ചെന്ന് ഏതെങ്കിലും ക്ലാസ്സിൽ നമ്മൾ പോയിരുന്നാലേ പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇന്ന് നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ ബെഡ്റൂമിലേക്ക്, നമ്മുടെ അടുക്കളയിലേക്ക്, നമ്മുടെ ഡൈനിങ് ഹാളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് ക്ലാസ് ഇങ്ങോട്ട് വരിക. ഒന്ന് ഇരുന്ന് കൊടുത്താൽ മതി. ഡ്രസ്സ് മാറ്റി പോവണ്ട, അതിനുവേണ്ടി ഹിജാബ് ഇടണ്ട. നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് എപ്പോഴാണോ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുക. ഒരു ദിവസം കേൾക്കാൻ പറ്റിയില്ല, അന്ന് അസുഖമായിരുന്നു, തലവേദനയായിരുന്നു, അടുത്ത ദിവസം രണ്ടും കൂടെ ഒന്നിച്ച് കേൾക്കാം. ആ രൂപത്തിലുള്ള സംവിധാനം മൊബൈലിലൂടെ നിങ്ങളുടെ വിരൽ തുമ്പുകളിലേക്ക് കിട്ടുമ്പോൾ എവിടെയാണ് നമ്മൾ അള്ളാഹുവിനോട് മറുപടി പറയാ? പടച്ചോനെ, എനിക്ക് പരിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ള യാതൊരു അവസരവും കിട്ടിയില്ല, അതിനുള്ള സമയവും കിട്ടിയില്ല എന്ന് എങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ മറുപടി പറയാ? ഞാനും നിങ്ങളും ഒരു കാരണവശാലും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു എക്സ്ക്യൂസും പറയാൻ സാധിക്കാത്ത ആളുകളാണ്. ഞാനത് നിങ്ങളോട് പറയാൻ കാരണം, എല്ലാം പഠിക്കുന്ന നിങ്ങളോട് പറയാൻ കാരണം, ഇതൊക്കെയാണ് നിങ്ങളുടെ കുടുംബത്തിലുള്ള പഠിക്കാത്ത ആളുകളോട് പോയി പറയേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ്. നിങ്ങളെല്ലാവരും പഠിക്കുന്നവരാണ്. പഠിക്കാത്ത ആളുകളോട് നിങ്ങൾ പോയി പറയേണ്ടത് ഒരു എക്സ്ക്യൂസും ഒരു ഒഴികഴിവും ഒരു ഉസുറും അള്ളാഹുവിൻ്റെ മുമ്പിൽ നമുക്ക് പറയാൻ ഈ കാലഘട്ടത്തിൽ സാധ്യമല്ല. ഒരു ബസ് കയറി എങ്ങോട്ടും പോണ്ട, വിരൽ തുമ്പുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ക്ലാസ്സുകൾ. ഞാൻ തന്നെ എടുക്കുന്ന ക്ലാസ് കേൾക്കുന്ന കുറേ ആളുകൾ ഇവിടെ ഉണ്ടാവാം. ഖുർആൻ ക്ലാസ് റൂം എന്നുള്ള പേരിൽ അത് തുടങ്ങിയത് നമ്മുടെ കൊറോണയുടെ കാലത്താണ്. കൊറോണ വലിയൊരു അനുഗ്രഹമായിട്ടാണ് ആ ക്ലാസ് റൂമിൻ്റെ കാര്യം വെച്ചപ്പോൾ മനസ്സിലാവുന്നത്. കാരണം ആ ഒരു സമയത്ത് നാട്ടിലെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ക്ലാസ്, ആ ക്ലാസ്സിൽ ഉള്ള പഠിതാക്കൾ അവർക്ക് ക്ലാസ്സുകൾ നിൽക്കാൻ പാടില്ല, അത് ഓൺലൈനിൽ കിട്ടണമെന്ന് പറഞ്ഞ സമയത്ത് അന്ന് എടുത്തുകൊണ്ടിരുന്ന സൂറത്ത് മാത്രം നമ്മൾ അതിൻ്റെ ആയത്തുകൾ വാട്സപ്പിൽ അങ്ങനെ പോസ്റ്റ് ചെയ്തപ്പോൾ, അവരവരുടെ കുടുംബ ക്ലാസ്സുകളിലേക്ക് ഇത് പോസ്റ്റ് ചെയ്തപ്പോൾ, ആ അങ്ങോട്ട് വരാത്ത, ഇതിനെക്കുറിച്ച് ഒരു പരിചയമില്ലാത്ത ആളുകൾ
അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ തുടക്കം മുതൽ വേണം എന്നാവശ്യം വന്നു. അങ്ങനെ തുടക്കം മുതലുള്ള ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്തിട്ടപ്പോൾ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നതാണിത്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ല വിട്ടുകഴിഞ്ഞാൽ തൃശ്ശൂർ, പാലക്കാട്, എറണാകുളം, തിരുവനന്തപുരം പോലെയുള്ള ജില്ലകളിൽ ആളുകൾക്ക് കാര്യമായ മദ്രസാ പഠനം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആളുകൾ ഒരുപാട് ആഗ്രഹിക്കുകയാണ് ഈ 6236 ആയത്തുകളുടെ ഉള്ളിൽ എന്താണ് ഒളിഞ്ഞിരിക്കുന്നത്, എന്താണ് ഉള്ളത് എന്നറിയാൻ ഒരുപാട് ആളുകൾക്ക് താല്പര്യമുണ്ട്. അതിന് സമയം ചെലവാക്കാനും ആളുകൾക്ക് താല്പര്യമുണ്ട്. പക്ഷേ എന്നാൽ ഈ സൗകര്യങ്ങളൊക്കെ കിട്ടിയിട്ടും ഇതിലേക്ക് കടന്നു വരാത്ത ആളുകളുണ്ട്. നമ്മൾ പറയുന്ന കാരണങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണെ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ സമയമില്ല എന്നാ. ഈ സമയമില്ല എന്ന് പറയുന്ന ആളുകൾ ഏതെങ്കിലും കല്യാണം ഒഴിവാക്കാറുണ്ടോ? ഏതെങ്കിലും സൽക്കാരം ഒഴിവാക്കാറുണ്ടോ? കുടുംബത്തിലുള്ള എന്തെങ്കിലും പരിപാടികൾ ഒഴിവാക്കാറുണ്ടോ? ഒന്നും ഒഴിവാക്കൂല. സമയമില്ല എന്നുള്ള കാരണം പറഞ്ഞ് ഒഴിവാക്കുന്ന ഒരേ ഒരു കാര്യം ഖുർആൻ്റെ പഠനമായിരിക്കും. ബാക്കി എല്ലാ കാര്യങ്ങൾക്കും സമയമുണ്ട്. പരിശുദ്ധ ഖുർആൻ്റെ പഠനം മാത്രം സമയമില്ല എന്നുള്ളൊരു കാരണം പറഞ്ഞ് മാറ്റിവെക്കും. സത്യത്തിൽ നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിലെത്തുമ്പോൾ നമുക്ക് തന്നെ ബോധ്യപ്പെടും നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് പരിശുദ്ധ ഖുർആൻ്റെ പഠനത്തിനായിരുന്നു. ഇതായിരുന്നു നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത്. കല്യാണത്തിനുള്ള പോക്ക് ഒരു പക്ഷേ നമുക്ക് പറയാം എനിക്കന്ന് ഖുർആൻ ക്ലാസ് ഉണ്ട് അതുകൊണ്ട് എനിക്കന്ന് വരാൻ പറ്റൂല. ഇപ്പോൾ നമ്മളെങ്ങനെ പറയുന്നറിയോ, അന്നൊരു കല്യാണം ഉണ്ട് അതുകൊണ്ട് ഞാൻ ഖുർആൻ ക്ലാസ്സിന് വരൂല. നമ്മൾ നേരെ തിരിച്ചാ പറഞ്ഞത്, അന്ന് സൽക്കാരുണ്ട് അതുകൊണ്ട് എനിക്കന്ന് ക്ലാസ്സിന് വരാൻ പറ്റൂല. നമ്മൾ പറയേണ്ടത് ശരിക്കും എന്താ, അന്ന് ഞങ്ങളുടെ ക്ലാസ് നടക്കുന്ന ദിവസമാണ് അതുകൊണ്ട് അന്ന് എനിക്ക് സൽക്കാരത്തിന് വരാൻ പറ്റൂല. ഈ ഒരു മുൻഗണന നമ്മൾ കൊടുക്കുന്നുണ്ടോ? കൊടുക്കുന്നില്ല എങ്കിൽ അതിൻ്റെ പ്രതിഫലനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണും, നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ കാണും, ആ വീട്ടിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മയിൽ കാണും, പല പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കാണും. നമുക്ക് വാത്തോരാതെ സംസാരിക്കാം ഖുർആനെ കുറിച്ച്, പക്ഷേ എത്ര ആയത്തുകൾ എണ്ണിപ്പെറുക്കിയെടുത്താൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും? നമ്മൾ സ്വയം ഒരു വിചിന്തനം നടത്തണം, നമ്മൾ സ്വയം ഒരു ആലോചന നടത്തണം.